GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നേര്യമംഗലത്തിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്ന 14-കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കീരിത്തോട് സ്വദേശിനി അനിൻജ ബെന്നി. 20-ലേറെ യാത്രക്കാർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ട ബസിന്റെ ഇൻഷുറൻസ് പോളിസി കാലഹരണപ്പെട്ടിട്ട് 2 വർഷം. കോതമംഗലത്ത് CPM-ന് അടിത്തറയുണ്ടാക്കിയ KA പ്രഭാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് ജീവിതാന്ത്യം വരെ വിവിധ തൊഴിലാളി വിഭാഗത്തിനു വേണ്ടി പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാവ്. KA പ്രഭാകരൻ പൊതുസമൂഹത്തിനും തൊഴിലാളി സമൂഹത്തിനും വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത നേതാവെന്ന് നേതാക്കൾ. കോട്ടപ്പടി ഉപ്പുകണ്ടത്തിനു സമീപം വീണ്ടും ആനശല്യം. ആനകളെത്തിയത് മുമ്പ് വന്നതിന്റെ 1 മാസം തികയുന്ന ദിവസം. വിവിധ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചു. വാർത്തകൾ വിശദമായി. നേര്യമംഗലത്തിന് സമീപം മണിയമ്പാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് പതിച്ച് 14-കാരിക്ക് ദാരുണാന്ത്യം. കീരിത്തോട് സ്വദേശിനി അനിൻഡയാണ് മരിച്ചത്. അനിൻഡയുടെ മാതാവ് മിനി ഉൾപ്പെടെ ബസ്സിലെ മറ്റ് യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ബസ്സിന് 2 വർഷമായി ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന വിവരം പുറത്തുവന്നിട്ടുണ്ട്. നേര്യമംഗലത്തിന് സമീപം ഇടുക്കി റോഡിലെ മണിയമ്പാറയിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇടുക്കി കീരിത്തോട് തെക്കുംമറ്റത്തിൽ പരേതനായ ബെന്നിയുടെ മകൾ അനിൻഡയാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. അനിൻഡയുടെ മാതാവ് മിനി ഉൾപ്പെടെ 25ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് 20ഓളം അടി താഴ്ചയിലേക്ക് ഊർന്നിറങ്ങുകയായിരുന്നു. മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന അനിൻഡ ബസിന്റെ മുൻഗ്ലാസ് തകർത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ബസിന്റെ അടിയിൽ കുടുങ്ങുകയുമായിരുന്നു. ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും അനിൻഡയെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ക്രെയിൻ എത്തിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് അനിൻഡയെ പുറത്തെടുത്തത്. ഉടൻ കോതമംഗലത്ത് മാർ ബസേലിയോസ് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. കുമളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാതാവ് മിനിയോടൊപ്പം ഒരു സീറ്റിൽ ഇരുന്നാണ് അനിൻഡ യാത്ര ചെയ്തിരുന്നത്. ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന മകളെ കണ്ട് മിനി വാവിട്ട് കരഞ്ഞു. അപകട സ്ഥലത്തെത്തിയവരെയും ഈ കാഴ്ച കണ്ണീരണിയിച്ചു. പിന്നീട് മിനിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വണ്ടിക്കാരൻ ഞാൻ വീട്ടിലിരിക്കായിരുന്നു തറവാട്ടില്. അന്നേരം ഒരു ഐസ്ക്രീം ബസ് താഴത്തേക്ക് പോയിട്ട് 2-3 പേര് അതിൻ്റെ ഞാനും അമ്മയും നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഓടി വന്ന് പിന്നെ ഞാൻ വണ്ടിയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നാക്കി. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവ വീട്ടിൽ നിന്ന് പോയി ഓട്ടോറിക്ഷ എടുത്ത് തന്നു. പിന്നെ ഞാൻ സ്റ്റാൻഡിലേക്ക് വിളിച്ചു പറഞ്ഞു. സ്റ്റാൻഡിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ KSRTC ഓർമ്മ വന്നാൽ കട്ടപ്പനയ്ക്ക് അതിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് ബാക്കി വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം ആ ബസ്സിലും കയറ്റിയിട്ട് പിന്നെ വന്ന ടാക്സി വണ്ടിയിൽ ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് ആക്കുകയും ചെയ്തു. ഒരു കൊച്ചടിയിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മ ഭയങ്കര കരച്ചിലും പെടാറുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അതിനെ ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് ഒരു കാറെ കയറ്റി അതിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പിടിച്ച് റോഡിന്റെ സൈഡിലെ കോൺക്രീറ്റ് പാളിയിൽ തട്ടിയ ശേഷമാണ് ബസ് താഴ്ചയിലേക്ക് ഊർന്നിറങ്ങിയത്. ബസ്സിലുണ്ടായിരുന്നവരും സമീപത്തെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിൽ എത്തിയവരും ചേർന്ന് ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു KSRTC ബസ്സിലാണ് പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ 19 പേരെ കോതമംഗലത്ത് മാർ ബസേലിയോസ് ആശുപത്രിയിലും 2 പേരെ ധർമ്മഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഏറെ പേരെയും പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. മരിച്ച അനിൻഡ വാഴത്തോപ്പ് SN സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോലഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന സഹോദരി അനീറ്റയെ സന്ദർശിക്കുന്നതിനായിരുന്നു മാതാവിനൊപ്പമുള്ള അനിൻഡയുടെ യാത്ര. GTV ന്യൂസ് നേര്യമംഗലം. കോതമംഗലത്തെ തലമുതിർന്ന CPM നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന KA പ്രഭാകരൻ അന്തരിച്ചു. CPM ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
എമ്മിന്റെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാവായിരുന്ന കുന്നത്തുപറമ്പിൽ KA പ്രഭാകരൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത്. 84 വയസ്സായിരുന്നു. മൃതദേഹം കോതമംഗലത്ത് CPMന്റെ ഏരിയ കമ്മിറ്റി ആസ്ഥാനമായ TM മീതിയൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിനു വെച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷിന്റെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് KA പ്രഭാകരൻ രാഷ്ട്രീയ രംഗത്ത് കടന്നുവരുന്നത്. പാർട്ടി പിളർന്ന ശേഷം കോതമംഗലത്ത് CPM പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കാണ് KA പ്രഭാകരനുള്ളതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ പറഞ്ഞു. ഒട്ടേറെ പേരെ അദ്ദേഹം പാർട്ടിയിലെത്തിച്ചു. കോതമംഗലം ടൗണിൽ ആദ്യം രൂപീകരിച്ച ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. പിന്നീട് നെല്ലിക്കുഴി, കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിയായും കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നിട്ടുണ്ട്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതൃനിരയിലെ പ്രധാനിയായിരുന്നു പ്രഭാകരൻ. വിവിധ തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒട്ടേറെ സമരങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രഭാകരനായിരുന്നു. കോതമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അദ്വിതീയമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. CPIM രൂപീകരണത്തിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ സഖാവാണ് സഖാവ് പ്രഭാകരൻ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കെ തന്നെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് CPIM രൂപീകൃതമായപ്പോൾ CPIMൻ്റെ പ്രവർത്തകനായി സഖാവ് മാറുകയുണ്ടായി. അന്ന് കോതമംഗലം താലൂക്ക് കമ്മിറ്റി എന്നുള്ള നിലയിൽ CPIM പ്രവർത്തിച്ചിരുന്നില്ല. മൂവാറ്റുപുഴ പാർട്ടിക്ക താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് കോതമംഗലത്ത് CPIM പ്രവർത്തിച്ചിരുന്നത്. കോതമംഗലം ടൗണിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായിരുന്നു സഖാവ് KA പ്രഭാകരൻ. ഇന്ന് കോതമംഗലത്ത് കാണുന്ന പല മുതിർന്ന നേതാക്കളെയും പാർട്ടിയിലേക്ക് കൈപിടിച്ചുയർത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് സഖാവ് KA പ്രഭാകരനാണ്. ബീഡി തൊഴിലാളിയായാണ് KA പ്രഭാകരൻ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് CPMന്റെ നേതൃത്വത്തിൽ ലേബർ ബീഡി കമ്പനി രൂപീകരിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച പ്രഭാകരൻ കമ്പനിയുടെ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവ് കോതമംഗലത്ത് ഒരു ബീഡി തെറുപ്പ് തൊഴിലാളിയായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. കർഷക തൊഴിലാളി കുടുംബത്തിലാണ് സഖാവ് ജനിച്ചത്. ജീവിത പ്രാരാബ്ധം മൂലമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ബീഡി തെറുപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നത്. ഒരു സ്വകാര്യ ബീഡി തെറുപ്പ് കമ്പനിയിലെ തൊഴിലാളിയായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച് ബീഡി തൊഴിലാളികളെ അടക്കം സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയുണ്ടായി. പിന്നീട് ആ ബീഡി കമ്പനി പൂട്ടുന്ന സന്ദർഭത്തിനകത്ത് CPIMൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ബീഡി കമ്പനി കോതമംഗലത്ത് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ കോതമംഗലത്ത് ആരംഭിച്ച ലേബർ ബീഡി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി സഖാവ് KA പ്രഭാകരൻ മാറുകയുണ്ടായി. പിന്നീട് ബീഡി കമ്പനിയുടെ മാനേജരായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ആ ബീഡി കമ്പനി ബീഡിയുടെ പ്രശസ്തിയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലയളവിൽ ആ കമ്പനി അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ആ കമ്പനി കൊണ്ടു നടന്നത് സഖാവ് പ്രഭാകരൻ ചേട്ടനാണ്. മാത്രമല്ല GTV ന്യൂസ് കോതമംഗലം. CPM നേതാവായിരുന്ന KA പ്രഭാകരന്റെ നിര്യാണത്തെ തുടർന്ന് കോതമംഗലത്ത് അനുശോചന യോഗം ചേർന്നു. രാഷ്ട്രീയ നേതാക്കളും മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. അന്തരിച്ച CPM നേതാവ് KA പ്രഭാകരന്റെ സംസ്കാര ചടങ്ങിന് ശേഷമാണ് കോതമംഗലത്ത് അനുശോചന യോഗം ചേർന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ മന്ത്രി S ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. 1982 മുതൽ കോതമംഗലത്ത് വരികയും ഓഫീസിൽ ചേരുകയും കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയില്ല ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ
പാർട്ടിയുടെ ഒരു കാവൽക്കാരനെ പോലെ പാർട്ടിയെ കാത്തുരക്ഷിച്ച കർമ്മഭടന്റെ കണ്ണാടിയാണ് സഹപ്രഭാകരനിലൂടെ ദൃശ്യമാകുന്നു. കോതമംഗലത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ ആന്റണി ജോൺ MLA, R. അനിൽകുമാർ, KA ജോയി, KK ടോമി, KP ബാബു, PK മൊയ്തു, NC ചെറിയാൻ, മനോജ് ഗോപി, ഷാജി പിച്ചക്കര, സാജൻ അമ്പാട്ട്, സിന്ധു പ്രവീൺ, ജേക്കബ് ഇട്ടൂപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്. കോട്ടപ്പടി ഉപ്പുകണ്ടത്തിന് സമീപത്തെ കൃഷിയിടത്തിൽ മുമ്പ് വന്നതിന്റെ 1 മാസം തികയുന്ന ദിവസം വീണ്ടും എത്തിയ കാട്ടാനക്കൂട്ടം അവശേഷിച്ച കൃഷി കൂടി നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആനകൾ ഇവിടെ എത്തിയത്. കോട്ടപ്പടി പഞ്ചായത്തിലെ ഉപ്പുകണ്ടത്തിന് സമീപം ആനൂട്ടുപാറയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വിവിധ കൃഷിയിടങ്ങളിലൂടെ കടന്നുപോയ ആനകൾ എല്ലായിടത്തും നാശം വിതച്ചു. കേളംകുഴിയിൽ സിബിയുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ വാഴയും കപ്പയും കമുകുമെല്ലാം ചവിട്ടി മെതിച്ചും തിന്നും നശിപ്പിച്ചു. മുമ്പ് വന്നുപോയി 1 മാസം തികയുന്ന ദിവസമാണ് ആനക്കൂട്ടം വീണ്ടും സിബിയുടെ കൃഷിയിടത്തിൽ എത്തിയത്. അന്ന് ബാക്കി വെച്ച കപ്പയും വാഴയുമാണ് 2ാം വരവിൽ തീറ്റയാക്കിയത്. 3 പ്ലാവുകളിലെ ചക്കയും തിന്നു. സമീപത്തെ കൃഷിയിടങ്ങളിൽ പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. കോട്ടപ്പാറ വനമേഖലയിലെ ആനകളാണ് ഈ ഭാഗങ്ങളിലും എത്തുന്നത്. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്നും മണികണ്ഠൻ ചാലിലേക്കുള്ള രാത്രി ട്രിപ്പ് മുടക്കി അധികൃതരുടെ ക്രൂരത. യാത്രക്കാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഏറെ വൈകിയാണ് ട്രിപ്പ് നടത്താൻ തീരുമാനമുണ്ടായത്. ഡ്യൂട്ടി എടുക്കേണ്ട ജീവനക്കാർ എത്താതിരുന്നതാണ് അധികൃതരെ കുഴക്കിയതെന്നാണ് സൂചന. പൂയംകുട്ടി മണികണ്ഠൻ ചാലിലേക്കുള്ള KSRTC ബസ് രാത്രി 8:40 ഡിപ്പോയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. ഏതാനും യാത്രക്കാർ ഇവിടെ എത്തിയിരുന്നു. സമയത്ത് ബസ് കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ച യാത്രക്കാർക്ക് ട്രിപ്പ് എടുക്കുന്നില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. അവസാന ട്രിപ്പായതിനാൽ യാത്രക്കാർക്ക് ഈ ബസ് അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ കുറവായതിനാൽ ട്രിപ്പ് നഷ്ടമാണെന്ന വിശദീകരണമാണ് ട്രിപ്പ് മുടക്കിയതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ നൽകിയത്. ട്രിപ്പ് മുടക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലായിരുന്നു യാത്രക്കാർ. മറ്റു മാർഗങ്ങളില്ലാതെ രാത്രി 10 മണിയോടെ സർവീസ് നടത്താൻ അധികൃതർ തയ്യാറായി. ഞങ്ങൾ പൂയംകുട്ടിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് 8:40 KSRTC വരേണ്ടത്. ഇന്നിപ്പോൾ സമയം 9:50. ഈ നേരം വരെയായിട്ട് അവർ ബസ് വിട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റേഷനിൽ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അവരതിന് യാതൊരു തീരുമാനം ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റേ സർവീസായ ഈ ബസ് ചൊവ്വാഴ്ച രാവിലെ തിരികെ കോതമംഗലത്തേക്ക് പുറപ്പെടേണ്ടതുമായിരുന്നു. ബസ്സിൽ ഡ്യൂട്ടി എടുക്കേണ്ട ജീവനക്കാർ സ്ഥലത്തില്ലാതിരുന്നതിനാലാണ് ട്രിപ്പ് മുടക്കുവാനുള്ള അധികൃതരുടെ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. മറ്റൊരു ഡ്രൈവറെയും കണ്ടക്ടറെയും ലഭ്യമായപ്പോഴാണ് ട്രിപ്പ് നടത്തുവാനുള്ള തീരുമാനമുണ്ടായത്. GTV ന്യൂസ്, കോതമംഗലം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്ററി നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. DYFIയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. തുടർച്ചയായ 10ാം വർഷമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. DYFI കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റി കരിങ്ങഴത്തോട്ടിലാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചത്. നീന്തൽ വിദഗ്ധരാണ് പരിശീലനം നൽകുന്നത്. 10ാം വർഷത്തെ ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് അനീഷ് M. മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും അധികമായി നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന യുവത്വത്തെക്കുറിച്ചാണ്. അതിന്റെ പ്രതിരോധം തീർത്തുകൊണ്ടാണ്
നാട്ടിലെ കളിയിടങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവധിക്കാലമായാലും അല്ലാത്ത സന്ദർഭത്തിലായാലും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കളിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും കളിയിടങ്ങൾ ലഹരിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നീന്തൽ പരിശീലനം നമുക്കറിയാം, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പരിശീലന മാർഗമാകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കളിയിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് KR ജിബിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ്, എൽദോസ് പോൾ, CT രഞ്ജിത്ത്, ബേസിൽ എൽദോസ്, എൽസൺ വി സജി, അരുൺ ബോബൻ, ബേസിൽ ദാവീദ്, ജിബിൻ ജോയ്, സിബിസ് കറിയ, KJ ചന്ദ്രപാൽ, പ്രതീഷ് തങ്കപ്പൻ, TC മാത്യു, PK സന്തോഷ്, MC നവീൻ കുമാർ, AV സന്തോഷ്, PK പൗലോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ് കോതമംഗലം. ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാജാഥ കവളങ്ങാട് ഏരിയയിൽ പര്യടനം തുടങ്ങി. ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ബാലസംഘത്തിന്റെ വേനത്തുമ്പി കലാജാഥയുടെ കവളങ്ങാട് ഏരിയയിലെ പര്യടനം നെല്ലിമറ്റത്തു നിന്നുമാണ് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് ആബിദ ഹല്ലാജ് അധ്യക്ഷത വഹിച്ചു. TM ബേബി, അഷ്കർ കരീം, സൗമ്യ സനൽകുമാർ, ലിസി ജോസ്, രേവതി പ്രസാദ്, അലീന ബിജു, NM സിബി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാറ്റുള്ളൊരു മുന്നേറ്റത്തിൻ പടവുകൾ നമ്മൾ ഉയർത്തുമ്പോൾ ആരാണിവിടാരാണ് പടവുകൾ തച്ചു തകർക്കാൻ നോക്കുന്നു. പീഡിതരെ ചേർത്തു പിടിക്കാൻ കരങ്ങൾ നമ്മൾ നീട്ടുമ്പോൾ ആരാണിവിടാരാണ് കൈ തട്ടിയകറ്റാൻ നോക്കുന്നു. GTV ന്യൂസ് കവളങ്ങാട്. കേരള ഫോറസ്റ്റ് ലേബർ യൂണിയൻ INTUC-യുടെ വടാട്ടുപാറ മേഖലാ കൺവെൻഷൻ നടത്തി. കുട്ടമ്പുഴ ബംഗ്ലാക്കടവിൽ പാലം നിർമ്മിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. കേരള ഫോറസ്റ്റ് ലേബർ യൂണിയന്റെ വടാട്ടുപാറ മേഖലാ കൺവെൻഷൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുള്ള കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. PI പൈലി അധ്യക്ഷത വഹിച്ചു. ജോയ് കുര്യാക്കോസ്, ജെയിംസ് കോറമ്പൽ, രേഖ രാജു, ബിൻസി മോഹൻ, സാബു ജോസ്, KS പ്രഭാകരൻ, ജോബി കാരാംചേരി, ബെന്നി പി പോൾ, സുബൈർ കമ്മലയിൽ, NM ഏലിയാസ്, എന്നോ തങ്കച്ചൻ, ബിജു പ്ലാമറ്റം, D കർണൻ, പൗലോസ് പാറയിൽ, KC സ്കറിയ, എൽദോസ് പാഞ്ചക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വടാട്ടുപാറയെ കുട്ടമ്പുഴയുമായി ബന്ധിപ്പിക്കുന്നതിന് ബംഗ്ലാക്കടവിൽ പാലം നിർമ്മിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വടാട്ടുപാറക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കുട്ടമ്പുഴയുടെ സമഗ്ര വികസനത്തിനും പാലം സഹായകരമാകുമെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. GTV ന്യൂസ് കോതമംഗലം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് മെയ് 6, 7 തീയതികളിൽ പിണ്ടിമന വേട്ടാമ്പാറ ജോസഫൈൻ LP സ്കൂളിൽ വച്ചാണ് നടത്തുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷമീർ പനക്കൽ, TU സാദത്ത്, വിൻസെന്റ് ജോസഫ്, രഞ്ജിത്ത് മാത്യു, അജിമോൻ പൗലോസ്, എബി എബ്രഹാം, മത്തായി കോട്ടക്കുന്നേൽ, PR അജി, ജോളി ജോർജ്, TK കുമാരി, സിബി എൽദോ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് പിണ്ടിമന. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നെല്ലിക്കുഴി തീർത്ഥാടനം ഈ മാസം 18, 19 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായുള്ള മതേതര ദീപം തെളിയിക്കൽ ചടങ്ങ് ബുധനാഴ്ച വൈകുന്നേരം 6:30 നെല്ലിക്കുഴി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് PK ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് KN ബോസ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ആചരിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PT ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. KR ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CT രാമൻകുട്ടി, മണി കള്ളാട്, KA ഗോപാലൻ, MA മണി, TJ ജയേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നേര്യമംഗലത്തിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തിരുന്ന 14-കാരിക്ക് ദാരുണാന്ത്യം.
മരിച്ചത് കീരിത്തോട് സ്വദേശിനി അനിൻജ ബെന്നി. 20-ലേറെ യാത്രക്കാർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ട ബസിന്റെ ഇൻഷുറൻസ് പോളിസി കാലഹരണപ്പെട്ടിട്ട് 2 വർഷം. കോതമംഗലത്ത് CPM-ന് അടിത്തറയുണ്ടാക്കിയ KA പ്രഭാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് ജീവിതാന്ത്യം വരെ വിവിധ തൊഴിലാളി വിഭാഗത്തിനു വേണ്ടി പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാവ് KA പ്രഭാകരൻ. പൊതുസമൂഹത്തിനും തൊഴിലാളി സമൂഹത്തിനും വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത നേതാവെന്ന് നേതാക്കൾ. കോട്ടപ്പടി ഉപ്പുകണ്ടത്തിനു സമീപം വീണ്ടും ആനശല്യം. ആനകളെത്തിയത് മുമ്പ് വന്നതിന്റെ 1 മാസം തികയുന്ന ദിവസം. വിവിധ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.